LDFിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടും മാധ്യമ സുഹൃത്തുക്കളോടുമുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. വിശദമായ പരിശോധനയും വിലയിരുത്തലും പാർട്ടിയും LDFും പിന്നീട് നടത്തുക തന്നെ ചെയ്യും. പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ കണ്ണൂരിൽ വിവിധ സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒരേ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലുള്ള സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടിയാണ്. കമ്മ്യൂണിസ്റ്റുകാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിരാശപ്പെടുകയോ വിജയിച്ചാൽ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ദേശവ്യാപകമായി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലും അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയം. അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും ഇല്ലാതാക്കി ഭരിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രചാരവേല നടത്തിയവർക്ക് ഒരു തിരിച്ചടി കൂടിയാണ് BJP വിരുദ്ധ ജനവിധി. ഗാന്ധിജിയെപ്പോലും അപമാനിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട്. തീർച്ചയായും BJPക്ക് ബദൽ ഒരു ശക്തി രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഈ വൻ വിജയം. ജയരാജന്റെയോ ശൈലജ ടീച്ചറുടെയോ പരാജയമല്ല, മറിച്ച് LDFിന്റെ പരാജയമാണ്. CPMനെതിരെയും LDFിനെതിരെയും ജനങ്ങൾ ശക്തമായി വിലയിരുത്തിയിരിക്കുന്നു. എന്താണ്, എവിടെയാണ് പാളിപ്പോയതെന്നാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത്? അല്ല, അത് വിശദമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും പാളിച്ചകൾ LDFിനോ പാർട്ടിക്കോ ഉണ്ടോ എന്നത് വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, അത് പാർട്ടിയുടെയും LDFിൻ്റെയും ചർച്ചകളിലൂടെ വേണം ശരിയായി കണ്ടെത്താൻ. 2019 പരാജയത്തെ തുടർന്ന് വിശദമായി വിശകലനം ചെയ്തതിന് ശേഷമാണ് അന്ന് ഉണ്ടായ തിരിച്ചടിയിൽ നിന്ന് അതിജീവനത്തിൻ്റെ മാർഗം കണ്ടെത്തിയത്. അങ്ങനെയൊരു അതിജീവന പ്രക്രിയ പാർട്ടിയും LDFും നടത്തിയതിനെ തുടർന്നാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. 2019 അതേപടി 2020 2021 ഉണ്ടായിട്ടില്ല. 2024 2019 ആവർത്തിക്കില്ലെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ സ്ഥിതി മറിച്ചായി. അതുകൊണ്ട് അത് വിശദമായിട്ട് തന്നെ ഒരു പരിശോധന അറിയിക്കുന്ന കാര്യമാണ്.
വോട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ മോഡി അനുകൂലമായി വോട്ട് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിച്ച പല കേന്ദ്രങ്ങളുണ്ട്. നമ്മൾ നിയമസഭാ മണ്ഡലവും ബൂത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ. പക്ഷെ അവിടെ അത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇടത് അനുഭാവി വോട്ടുകൾ തന്നെ തോന്നിട്ടുണ്ടെന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. അങ്ങനെയാണ് അതിൽ വോട്ട് കണക്ക് കാണുന്നത്. അല്ല, LDF വിജയിച്ചില്ല എന്നത് തന്നെ തീർച്ചയായും ഗൗരവമായി പരിശോധന അർഹിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറയുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഏതെങ്കിലും ഒരു ഘടകം മാത്രമായിരിക്കില്ല. അപ്പോൾ അത് വിശദമായിട്ടുള്ള ഒരു പരിശോധന അർഹിക്കുന്ന ഒന്നാണ്. സുരേഷ് ഗോപിയുടെ വിജയം ഒറ്റപ്പെട്ട ഒന്നാണ്. അത് അക്കൗണ്ട് തുറക്കാൻ BJPക്ക് സാധിക്കില്ലെന്ന് തന്നെയാണ് കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെ പ്രതീക്ഷ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനവിധി തൃശ്ശൂരിലുണ്ടായി. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അവിടെ വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ പ്രാഥമികമായ വോട്ടിൻ്റെ കണക്കിൻ്റെ വിശദാംശങ്ങൾ പോലും വരാത്ത ഒരു സാഹചര്യത്തിൽ നാം അഭിപ്രായങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ട് വിശദമായ ഒരു പരിശോധന അർഹിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി.